നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചിരപുരാതനവും ഏറ്റവും മഹത്തരവും അതീവ സുന്ദരവുമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ദേവസ്ഥാനം, മഹാദേവസ്ഥാനം. അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് ഈ സ്ഥലം. ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കുള്ളിൽ കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ യാത്രാമധ്യയിൽ ഞാൻ കണ്ട കുറേ കാഴ്ചകളും അവിടെ ക്ഷേത്രത്തിൽ ചെന്നതും പരമാവധി എനിക്ക് എടുക്കാൻ പറ്റുന്ന, വീഡിയോ എടുക്കാൻ പറ്റുന്ന, നിരോധനമില്ലാത്ത ഒരു മേഖലകളിലെല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലേക്ക് കടന്നു. കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴി എങ്ങനെയാണ്? കണ്ണൂരിൽ നിന്നും 68 കിലോമീറ്റർ അകലെ മലയോര ഹൈവേ കണ്ണൂർ മട്ടന്നൂർ റോഡ് വഴി 1.5 മണിക്കൂർ യാത്ര. തലശ്ശേരിയിൽ നിന്ന് 58 കിലോമീറ്റർ 1.25 മണിക്കൂർ യാത്രയുമുണ്ട്. മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും 25 കിലോമീറ്ററിനടുത്ത് 35 മിനിറ്റ് യാത്രയും മലയോര ഹൈവേയിൽ കൂടി നമുക്കുണ്ടാവും. മാനന്തവാടിയിൽ നിന്നും 26 കിലോമീറ്റർ 50 മിനിറ്റോളം സമയമെടുത്ത് മാനന്തവാടി മുതിരാരി റോഡ് വഴി മലയോര ഹൈവേയിൽ കൂടി നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കൂടാതെ തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 47 കിലോമീറ്റർ 1 മണിക്കൂർ 21 മിനിറ്റിന് അകത്ത് നമുക്ക് മലയോര ഹൈവേയിൽ കൂടി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി ഭാഗത്താണ്. അതുകൊണ്ടും ട്രെയിനിൽ യാത്രയിൽ വരുന്നവർ കണ്ണൂർ അല്ലെങ്കിൽ തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്നും ബസ് KSRTC വഴി നമുക്ക് ഈ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലി പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു. പാൽ, നെയ്യ്, ഇളനീർ, കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം. തിരുവഞ്ചിറ എന്ന പേരിലുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്രയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിൽ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലെയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്.
ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനു ജലം കൊണ്ടുപോകുന്ന കാട്ടുകൂവയുടെ വിലയിലാണ്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഉത്തര മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ടത്രേ. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വടക്കുംകാവ്, വടക്കീശ്വരം, തൃച്ചേറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ടത്രേ. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. കൊട്ടിയൂർ പണ്ടുകാലത്ത് കോട്ടയം രാജവംശമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രം മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓംകാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. പണ്ട് പഴശ്ശി രാജകുടുംബത്തിലെ കോട്ടയം രാജകുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആദ്യമായി കൊട്ടിയൂർ ദർശനത്തിന് വരുമ്പോൾ വെള്ളിക്കുടം ഒപ്പിക്കുകയെന്ന ഒരു ചടങ്ങ് നിലനിന്നിരുന്നു. ഉപനയനം കഴിഞ്ഞ ഏതൊരു അംഗവും ദർശനത്തിന് വന്നാൽ വീണ്ടും വെള്ളിക്കുടം ഒപ്പിക്കണം. ഇത് നിർബന്ധമാണ്. വലിയ രാജാവ് കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയാൽ അത് കഴിയും വരെ കോട്ടയം രാജ്യത്തിന്റെ അതിർത്തി കടന്നു മറ്റെങ്ങും യാത്ര ചെയ്യാൻ പാടില്ല. കോട്ടയം രാജകുടുംബത്തിലെ തമ്പുരാട്ടിമാർ ക്ഷേത്ര ദർശനത്തിന് വന്നാൽ തെടൻ എന്ന ആൾ അവരെ അക്കരെ കൊട്ടിയൂർക്ക് എതിരേറ്റു കൊണ്ടുപോകേണ്ടുന്നതും അവർ മടങ്ങുന്നതിനിടെ തൃക്കൂർ അളക്കുക എന്ന ചടങ്ങ് നടത്തേണ്ടതുമാണ്. ഒരു കാലത്ത് ആഹാരത്തിനു വേണ്ട അരി ഭഗവാൻ തമ്പുരാട്ടിക്ക് അളന്നു കൊടുക്കുന്നു എന്നതാണ് ഈ അരി അലക്കുന്നതിലെ സങ്കല്പം. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിനാൽ ദുഃഖിതനായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ ജട പറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യോഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയർത്തു. ഭൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്കും മടക്കയാത്രയായി. പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുർച്യന്മാരുടെ വാസസ്ഥലമായി. ഒരു കുർച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കോവിലയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശ്രീശങ്കരാചാര്യർ ആണെന്ന് കരുതുന്നു. മലയാള മാസവും ഇടവമായ മാസത്തിലെ ചോതി, സ്വാതി എന്നും മറ്റൊരു പേരിലുണ്ട് ദിവസത്തിലാണ് ഉത്സവം തുടങ്ങുക. നെയ്യാട്ടത്തോടുകൂടിയാണ് ഉത്സവം തുടങ്ങുക. 28 ദിവസത്തിനു ശേഷം തിരുകലശ ആട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കുറിച്ചി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വിവിധ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നിൽക്കേണ്ട കണിയാന്മാരാണ്. അഭിഷേകത്തിനെത്തുന്ന നെയ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാരുമാണ്. ഉത്സവത്തിന് മുന്നോടിയായി നീര് എഴുന്നള്ളത്തുണ്ട്. ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത്.
മണത്തണലിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളിപ്പ്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയിലേക്ക് പ്രവേശനമുള്ളൂ. എടവത്തിലെ ചോതിനാളിൽ വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. ഈ വാളുകൊണ്ടാണ് ശിവൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാള് ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു. മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരന്മാർ കോട്ടയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കാലങ്ങളിലാണ്. ഈ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകളും നെയ്യാട്ടം, ഇളനീരാട്ടം എന്നിവയാണ്. വിഗ്രഹത്തിൽ നെയ്യഭിഷേകം, ഇളനീർ അഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങുകളിൽ നടക്കുക.
എല്ലാവരും തന്നെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ദർശിക്കുകയും അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ടാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൊബൈൽ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ മഹേഷ് പയ്യും ആർട്ട് ഓഫ് കൂൾ ചാനലും തൽക്കാലം ഇവിടെ പറയുന്നു.